സഭയെ വിരവിൽ മഹത്വത്തിൻ രാജനെ വരവേൽപ്പാൻ മൽപ്രിയനേശു വരാറായി കാഹളം കേൾക്കാറായി കാലം തികയാറായി ഉണരുവിൻ സഭയെ വിരവിൽ മഹത്വത്തിൻ രാജനെ വരവേൽപ്പാൻ. സൃഷ്ടിഞ്ഞരങ്ങിടും കാഴ്ചകൾ കാണുന്നില്ലേ, ഈറ്റുനോവിൻ്റെ മാറ്റൊലി കേൾക്കുന്നില്ലേ. സൃഷ്ടിഞ്ഞരങ്ങിടും കാഴ്ചകൾ കാണുന്നില്ലേ, ഈറ്റുനോവിൻ്റെ മാറ്റൊലി കേൾക്കുന്നില്ലേ. മനം തിരിയുവിൻ, പാപം വിട്ടോടിടുവിൻ, അങ്കിക്കുഞ്ഞാടിൻ രക്തത്തിൽ കഴുകിടുവിൻ, ശുദ്ധഗണമായി അണിചേരാൻ മൽപ്രിയനേശു വരാറായി കാഹളം കേൾക്കാറായി കാലം തികയാറായി ഉണരുവിൻ സഭയെ വിരവിൽ മഹത്വത്തിൻ രാജനെ വരവേൽപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം ആസ്ക് ദ വേ ആൻഡ് സ്റ്റഡി. വഴി ചോദിച്ച് പഠിക്കുവാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ chapter 6 verse 16. Thus says the Lord, stand by the roads and look and ask for the ancient paths where the good way is, and walk in it and find rest for your souls. കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾക്കായി ഈ മന്ന വിളമ്പിത്തരണം. അവിടുത്തെ പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ വഴി തെറ്റിപ്പോകാതിരിക്കണം എങ്കിൽ നിനക്ക് മുൻപേ നടന്നുപോയവരുടെ പഴയ പാതകളെ ചോദിച്ച് പഠിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊലകളും കൊള്ളകളും ദുഷ്ടതകളും വർദ്ധിക്കുന്നതിൻ്റെ കാരണം അവർ ശരിയായ പാതയിൽ സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. പഴയ തലമുറയ്ക്ക് ഒപ്പം താമസിക്കുവാൻ ഇന്നത്തെ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല. പണ്ട് എല്ലാ ഭവനങ്ങളിലും വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ഇന്നവരൊക്കെ പുരാവസ്തുവായിട്ടൊരു മൂല തള്ളിയിരിക്കുകയാണ്. ആക്രി എന്നൊക്കെ പറയും. അങ്ങനെയും പറയുന്ന മക്കളുണ്ട്. പ്രായം ചെന്ന് ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയൊക്കെ നോക്കി പറയുന്നത് ആക്രികളെന്നാണ്. മാക്രി എന്നല്ല, ആക്രി. ആ ടൈപ്പ് തലമുറകളാണ് ഇപ്പോഴുള്ളത്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ വീടിൻ്റെ പ്രകാശമായി വീടിൻ്റെ മുൻവശത്ത് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ കൂടുതലും വീടിൻ്റെ മുമ്പുറത്ത് പ്രായം ചെന്ന മാതാപിതാക്കളാണ്. ചെറുപ്പക്കാർ പലരും തന്നെ വീട്ടിലില്ല. അപ്പോൾ ഈ പ്രായം ചെന്നവർ വീടിൻ്റെ പ്രകാശമായി വീടിൻ്റെ മുൻവശത്ത് ഉണ്ടാകുമായിരുന്നു. എന്നാൽ സൗകര്യങ്ങളും സുഖവും വർദ്ധിച്ചപ്പോൾ അവരുടെ സ്ഥാനം മാറി. അവർ ഇരുന്നിടത്ത് വീട്ടിലെ ആക്രി സാധനങ്ങളായ മരപ്പെട്ടി, അരിപ്പെട്ടി എന്നിവ സ്ഥാനം പിടിച്ചു. അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും സ്ഥാനം ആക്രി സാധനങ്ങൾ ഇരിക്കുന്നിടമായി. ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ ആരുമില്ലാതായി. മാതാപിതാക്കൾ ഒരു മാതൃകാ ജീവിതം അവർക്ക് നൽകുന്നില്ല. കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണുകളുടെയും അനാവശ്യ ചാനലുകളുടെയും അടിമകളായി വഴിതെറ്റിപ്പോകുന്നു. ജീവിതത്തിൽ വഴിയാത്രയിൽ പഴയ നിയമത്തിൽ വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുത്ത 2 വ്യക്തികളുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന് ഹന്നായാണ്, രണ്ടാമത്തെ ആൾ ശിംശോനാണ്. ഒന്നാമത്തെ വഴി സമർപ്പണത്തിൻ്റെ വഴിയാണ്. 1 സാമുവേൽ 1-ാം അധ്യായത്തിലാണ് ഹന്നായെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു.
അതുകൊണ്ട് പെനീന ഹന്നായെ കുത്തുവാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. ഇപ്രകാരം മക്കളില്ലാത്തവരെ കുത്തി നോവിക്കുന്ന പ്രവണത ഈ ആധുനിക യുഗത്തിലും മാറിപ്പോയിട്ടില്ല. മറ്റുള്ളവരെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുക എന്നുള്ളത് പലർക്കും ഒരു രസമാണ്. സ്തോത്രം. കുഞ്ഞും മക്കളില്ലാത്തവരുടെ വേദന അതവർക്കേ അറിയൂ. ഉദരഫലം കർത്താവിൻ്റെ ദാനമാണ്. മക്കളുണ്ടായിട്ട് മക്കളില്ലാത്തവരെ മച്ചി മച്ചി എന്നും പറഞ്ഞ് പുറകെ നടന്ന് നീ അവരെ കളിയാക്കിയാൽ നിനക്കുള്ള തലമുറ അവസാനം നിന്റെ നാശത്തിനായി മാറും. അതുകൊണ്ട് തലമുറകളില്ലാത്തവരെ നോക്കി പരിഹസിക്കാൻ പോകരുത്. ഇവിടെ ഹന്നായെ കുത്തുവാക്ക് പറഞ്ഞു നോവിച്ചു കൊണ്ടിരുന്ന ആ പെനീനായയ്ക്ക് തിരിച്ച് ഹന്ന ഒരു ശകാരവും പറഞ്ഞിട്ടില്ല. ഹന്നായുടെ ഗർഭപാത്രം ദൈവം അടച്ചിരുന്നു. പ്രാർത്ഥനാശീലമുള്ള ഹന്ന വളരെ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി. ഈ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു മിഥ്യാധാരണ വെച്ച് പുലർത്തരുത്. നീതിമാൻ അനർത്ഥങ്ങൾ അനവധി, എങ്കിലും കർത്താവിനെ താങ്ങുമെന്നാണ് പറയുന്നത്. സഹനത്തിൻ്റെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നവർക്ക് കൂടുതൽ പരീക്ഷകളും ശോധനകളും ഒക്കെ ഉണ്ടാകണം. ദൈവം നല്ലവർക്ക് ധാരാളം സഹനങ്ങൾ അനുവദിക്കും. ആ സമയം ദൈവകൃപയ്ക്കായി നാം ദാഹിക്കണം. ഹന്ന തൻ്റെ സഹനങ്ങളിൽ മനുഷ്യമുഖം അന്വേഷിച്ചില്ല. നേരെ ദേവാലയത്തിലേക്ക് പോയി തൻ്റെ മനോവിഷമം ദൈവസന്നിധിയിൽ പകരുകയാണ് ചെയ്തത്. 1 സാമുവേൽ 1-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് കടന്നു പോകാം. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി പുരോഹിതൻ അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞു, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവിഷമമുള്ളൊരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുക ഇത്രേ ചെയ്തത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആണുങ്ങളുടെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, പെൺകുട്ടികളെ, നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായാൽ അത് ശാപമായിരിക്കും കുടുംബത്തിനും ദേശത്തിനും നാടിനും. അതുകൊണ്ട് അത്തരത്തിലുള്ള പിശാച് വച്ച് നീട്ടുന്ന സുഖഭോഗങ്ങളിൽ പോയി വീഴരുത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് മദ്യപിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്നുള്ളത്. പൈശാചിക ശക്തിയുടെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയുക, ആ ദുഷ്ടശക്തിയുടെ കരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ കൂടുതലായി ചെന്ന് ചാടുന്നത് സാധാരണക്കാരല്ല, വിദ്യാഭ്യാസമുള്ളവരാണ്. ദൈവസന്നിധിയിൽ ഹന്ന പരീശനെ പോലെ ജൽപ്പനം ചെയ്യുകയല്ല ചെയ്തത്, ഹൃദയം പകരുകയാണ് ചെയ്തത്. ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, അധരം കൊണ്ടല്ല. അധരം കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതെന്നല്ല, പ്രാർത്ഥിക്കണം, ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, ഉച്ചത്തിൽ സ്തുതിക്കണം. എന്നാൽ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കരുത്. ഈ ജനം അധരം കൊണ്ട് സ്തുതിക്കുന്നു, എന്നാൽ ഹൃദയം എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ്. ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹന്ന അപ്രകാരമുള്ളൊരു പ്രാർത്ഥനാകാരിയായിരുന്നു. ഹൃദയം പകരുകയാണ് ചെയ്തത് ഹന്ന. അവൾ കർത്താവിനോട് പറഞ്ഞു, ദൈവം ഒരു മകനെ നൽകുകയാണെങ്കിൽ ആ മകനെ അവൻ്റെ ജീവപര്യന്തം കർത്താവിനായി സമർപ്പിക്കാം, യഹോവയ്ക്കായി സമർപ്പിക്കാം. ഇതാണ് ഹന്നായും ദൈവവുമായിട്ടുള്ള ഉടമ്പടി. അങ്ങനെ വേണം. ഒരു കുഞ്ഞേ ഉള്ളെങ്കിലും അത് ദൈവം തന്നതാണ്, അത് ഞാൻ തന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും എന്നുള്ളൊരു പ്രാർത്ഥനാ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകണം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കുഞ്ഞുങ്ങൾ നയിക്കപ്പെടും. ഹന്ന തനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ ഞാനത് നിനക്കായി തിരിച്ചു തരാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ ഹന്നയുടെ പ്രാർത്ഥന എത്ര ഉത്തമമായ ഒരു പ്രാർത്ഥനയാണിത്, അല്ലേ? ഹന്ന അപ്രകാരം തന്നെ ചെയ്തു. ഹന്നയുടെ ഗർഭപാത്രം കർത്താവ് എന്താ തുറന്നെന്നറിയാമോ? തുടർന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള ഏലി പുരോഹിതൻ്റെ 2 മക്കൾ, അവർ ലോകത്തിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിച്ച് പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു വിളിയിൽ വിശുദ്ധിയോടെ പോകാൻ സാധിക്കാത്ത സ്വഭാവമുള്ള മക്കളായിരുന്നു. കർത്താവിൻ്റെ ആ ശുശ്രൂഷ തുടരാനായി ഹന്നയുടെ ഗർഭപാത്രം ദൈവം തുറന്നോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശമൂവേൽ പൈതലിനെ ദൈവം കൊടുത്തു. ആ ശമൂവേലാണ് പ്രവാചകനായ ശമൂവേലായി കർത്താവിൻ്റെ ശുശ്രൂഷ തുടർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തുടരാനായി അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കും.
അടഞ്ഞ ഗർഭപാത്രങ്ങളെ ദൈവം തുറക്കും. ആ തുറന്ന് ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തെ പിടിച്ചു വെക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ കൊടുക്കണം. ആ ഉത്തമമായ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ഒരു മകനെ ചോദിച്ചു, ആ മകനെ തിരിച്ച് ദൈവത്തിന് സമർപ്പിക്കാമെന്ന് ഹന്ന പറഞ്ഞു. ആ സമർപ്പണ പ്രാർത്ഥന ദൈവം കേട്ടു. ആ ശ്രേഷ്ഠകരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ശമൂവേലിനെ ദൈവം കൊടുത്തു. അവളുടെ മുഖം പിന്നെയും വാടിയില്ലേ. ആ ശ്രേഷ്ഠകരമായ പ്രാർത്ഥനയ്ക്ക് ദൈവം അവൾക്ക് ഒരു ശമൂവേൽ എന്ന മകനെ നൽകി അനുഗ്രഹിച്ചു. ഇന്നും ദൈവം കൊടുത്ത ആ കുഞ്ഞിൻ്റെ പേര് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി മാറി. ഹന്ന തിരഞ്ഞെടുത്ത വഴി സമർപ്പണത്തിൻ്റെ വഴിയാണ്. സ്തോത്രം. സമർപ്പണത്തിൻ്റെ വഴിയാണ് എപ്പോഴും സ്വർഗം കാണുന്ന വഴി. ഇനി രണ്ടാമത്തെ ഒരു വഴിയുണ്ട്. അതെന്തുവാ? നാശത്തിൻ്റെ വഴി. ദാൻ ഗോത്രത്തിലെ മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു. എങ്കിലും ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തൊടുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെയും ദൈവം എടുത്തു പറയുന്നുണ്ട്, ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. സ്തോത്രം. ഒരു സഹോദരിയുടെ ഗർഭകാലത്തിൽ സൂക്ഷിക്കേണ്ട വിശുദ്ധിയും വേർപാടും. നമ്മൾ പെന്തക്കോസ്ത് കോളത്തിൽ പറയുന്ന വിശുദ്ധിയും വേർപാടും അല്ല, ഒരു ഗർഭസ്ഥ അവസ്ഥയിൽ കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട്. ദൈവം പറയുന്നത് പോലെ ദൈവം തന്ന ആ ഗിഫ്റ്റിനെ വളർത്തിയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിരിക്കും. ആ തലമുറയെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരില്ല. സ്തോത്രം. ദൈവം കൊടുത്ത ആ കുഞ്ഞ് ശിംശോനായിരുന്നു. ശിംശോനെ മാതാപിതാക്കൾ ഈ കൽപ്പനകൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ വളർത്തി. ദൈവം കൊടുത്ത ആ ഡയറക്ഷൻ അനുസരിച്ച് ആ മാതാപിതാക്കൾ അവനെ വളർത്തി. ദൈവാത്മാവ് അവനിൽ വരികയും അവൻ ശക്തിയുള്ളവനായി വളരുകയും ചെയ്തു. എന്നാൽ ശിംശോൻ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത വഴി മറന്നു. പലപ്പോഴും സംഭവിക്കുന്നതാണ്. മാതാപിതാക്കൾ ദൈവഭക്തരായിരിക്കാം, മാതാപിതാക്കൾ ദൈവത്തെ വചനമനുസരിക്കുന്നവരായിരിക്കാം. ചെറുപ്പം പോലെ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് വരാം. പക്ഷെ വളർന്ന സമൂഹത്തിലേക്ക് ഇറങ്ങി കൂട്ടുകെട്ടിലേക്കൊക്കെ വന്നപ്പോൾ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം മറ്റു സമൂഹങ്ങളിലെ കൂട്ടുകെട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാതാപിതാക്കൾ ഒരു പഴഞ്ചൻ സാധനമായിട്ട് തോന്നാം മോനെ. സ്തോത്രം. അതുകൊണ്ട് മാതാപിതാക്കൾ പറഞ്ഞു തന്ന ആ വഴിയിലൂടെ നീ അവരെ നിഷേധിച്ച് പോയാൽ അപ്പുറത്ത് സാത്താൻ വലിയൊരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ട്. ചുറ്റുപാടൊന്ന് കണ്ണു തുറന്ന് നോക്ക്. കൊലപാതകവും ചതിയും വഞ്ചനയും ഒക്കെ അത്തരത്തിലുള്ള സാമൂഹികമായ വിഷയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുകയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത കുടുംബത്തിൽ സംഭവിക്കുന്നുവെന്ന് ഉള്ള ന്യൂസാണ് നാം കേൾക്കുന്നത്. കാരണം എന്താ? ഈ തലമറന്ന് എണ്ണ തേക്കരുതെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെ അപ്പനും അമ്മയും നടന്നൊരു വഴിയുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴി. ആ വഴിയിലൂടെ അവർ ഒതുങ്ങേണ്ടതുപോലെ ഒതുങ്ങി. പക്ഷെ നീ വളർന്നു വന്നപ്പോൾ അവരെ നീ ഒതുക്കരുത്. അവർ ദൈവഭയമുള്ളവരായി വളർന്നു. നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃക നിന്റെ മാതാപിതാക്കൾ. അത് കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ. അവർ ദൈവഭയമുള്ള മാതാപിതാക്കളാണെങ്കിൽ നിന്റെ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് അതാണ്. ഇതാണ് വഴി, ഇതിലേ പോ മകനെ മകളെ എന്ന് പറയും. പോതള്ളേ, നിങ്ങളാരെ എന്നെ ഉപദേശിക്കാൻ എന്ന് നീ അവരുടെ നേരെ സിംഹത്തെ പോലെ അലറിയാൽ അധിക നാൾ നീ അലറാൻ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. വെറുതെ വഴിയോ പോണ ശാപം വലിച്ചു വയ്ക്കല്ലേ. നീ ദീർഘകാലം വസിക്കേണ്ടത് നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരേ ഒരു കൽപ്പന, നീ ആയിരിക്കുന്ന ദേശത്ത് ദീർഘകാലം വസിക്കേണ്ടത് നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. മറ്റ് 9 കൽപ്പനകളും കണ്ടീഷൻ ഇല്ല. ബട്ട് ഓൺലി ദിസ് കമാൻഡ്മെന്റ് വിത്ത് കണ്ടീഷൻ. അപ്പോൾ ശിംശോൻ മാതാപിതാക്കളുടെ ആ വഴി മറന്നുപോയി. എന്നാൽ ഓർത്തോളം ദൈവാത്മാവ് ശിംശോനിൽ ഉണ്ടായിരുന്നു. ആ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വളരുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. എന്ന് ശിംശോൻ മാതാപിതാക്കളുടെ വഴി വിട്ട് മാറി നടന്നു, അന്ന് അവൻ്റെ നാശം തുടങ്ങിയാണ്. എന്താ സംഭവിച്ചത്? ശിംശോൻ വളർന്നു വന്നപ്പോൾ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത വഴി മറന്നുപോയി. ദലീല എന്ന ഫെലിസ്ത്യ കന്യകയുമായി അവൻ സ്നേഹത്തിലായി.
അവൾ സൂത്രത്തിൽ ശിംശോനിൽ നിന്ന് അവന്റെ ശക്തിയുടെ രഹസ്യമറിയാൻ തന്ത്രങ്ങൾ പണിതു. സ്തോത്രം. ഓർമ്മ വേണം, നീ വിളിച്ചു വേർതിരിക്കപ്പെട്ട കുടുംബത്തിലെ തലമുറയാണെന്ന്. നിന്റെ മേൽ സ്വർഗത്തിൻ്റെ ഒരു കണ്ണുണ്ട്, ഒരു ദൗത്യമുണ്ട്. നീ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇണയില്ലാ പിണ കൂടരുത്. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു കൂട്ടുകെട്ട് എന്നുള്ള വചനം മറന്നു പോകരുത്. സ്തോത്രം. ഇപ്പോഴതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി കർത്താവിൻ്റെ ദൈവീകതയെ നിഷേധിക്കുന്ന മക്കളുമായി ഒരു കൂട്ടുകെട്ടും നിനക്ക് പാടില്ല. പ്രത്യേകിച്ച് ഓർത്തോളണം, ഒരുപക്ഷെ നാളുകളായി വർഷങ്ങളായി കൂടെ പഠിക്കുന്നവരായിരിക്കാം. അപ്പം അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു ബന്ധത്തിൽ പോയി നീ വീഴരുത്. വീണാൽ സ്തോത്രം, പിശാച് വരുന്നത് തകർക്കാനും മുടിക്കാനും നശിപ്പിക്കാനുമായിരിക്കും. അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ഒത്തിരി വ്യക്തികൾ ഇന്ന് വിശ്വാസഗോളത്തിൽ ചിതറിപ്പോയിട്ടുണ്ട്, പതറിപ്പോയിട്ടുണ്ട്. അവരിന്ന് നിരാശയിലാണ്. സ്തോത്രം. ചെയ്തുപോയ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് തിരിച്ചു വന്നാൽ ദൈവം സ്വീകരിക്കും. ശിംശോൻ തൻ്റെ ഈ സ്നേഹബന്ധത്തിൽ ആ ചതിയിൽ അവൻ വീണു. ആ ശിംശോനിൽ നിന്ന് അവൻ്റെ ശക്തിയുടെ രഹസ്യം ഈ പെണ്ണ് തന്ത്രപൂർവം ചോദിച്ചു മനസ്സിലാക്കി. ശിംശോൻ പല പ്രാവശ്യം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിലും ദൈവകൽപ്പന മറന്ന് വീഞ്ഞും മദ്യം കുടിച്ച് ദലീലായുടെ മടിയിൽ മയങ്ങുമ്പോൾ അവളുടെ മധുരവാക്കുകളിൽ മയങ്ങി ദൈവീക രഹസ്യം അവൻ വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. ഇത് ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് തരുന്ന വലിയൊരു പാഠമാണ്. ശിംശോന്റെ ജീവിതത്തിലെ സ്തോത്രം. മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ, നീ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയുടെ വിശുദ്ധി മനസ്സിലാക്കാതെ, നീ ഇന്നലെ കണ്ട ആ ഒരു ബന്ധത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നീ പോയാൽ നിന്റെ മാതാപിതാക്കളുടെ കണ്ണീര് മാറത്തില്ല. നീ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയ്ക്ക് നീ കൊടുക്കുന്ന നാണക്കേട് ഒരു തരത്തിലും നിനക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. സ്തോത്രം. അവളുടെ മധുരവാക്കുകളിൽ ശിംശോൻ മറന്നുപോയി. താൻ ആരാണെന്നുള്ളത്, തൻ്റെ വിളി എന്താണെന്നുള്ളത് മറന്നുപോയി. ആ രഹസ്യം മുഴുവൻ അവൻ വെളിപ്പെടുത്തി കൊടുത്തു. എന്തുപറ്റി? അത് ശിംശോൻ ഒരു വിനയായി മാറി. ഫെലിസ്ത്യർ വന്ന് അവനെ കീഴ്പ്പെടുത്തി. ദൈവാത്മാവനെ വിട്ടുപോയി. അവൻ മരണപ്പെട്ട് ശിംശോൻ തിരഞ്ഞെടുത്ത വഴി നാശത്തിന്റെ വഴിയായിരുന്നു. ദാവീദ് രാജാവ്, ഓർത്തോളം ദാവീദ് രാജാവാണ്. തൻ്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. എൻ്റെ മോനെ ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ നീ മറക്കരുത്. അവനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. അവനെ ഉപേക്ഷിക്കരുത്. അവനെ നീ ഉപേക്ഷിച്ചാൽ, അവനെ നീ തള്ളിപ്പറഞ്ഞാൽ അവന് നിന്നെ തള്ളിപ്പറയും. അപ്പൻ അറിഞ്ഞ ദൈവം, ആ ദൈവത്തിൽ നിന്ന് അപ്പൻ ഒരിക്കലും മാറിപ്പോയില്ലേ. അപ്പൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി, എന്നാൽ അപ്പൻ അനുതപിച്ച്, അപ്പൻ്റെ അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അപ്പൻ്റെ പേര് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ 22 വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ അപ്പൻ്റെ പേരുണ്ട്. പക്ഷേ ഈ ശലോമോന്റെ പേരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം കൊടുത്ത ഉപദേശം ഈ മകൻ സ്വീകരിച്ചില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. വചനം ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സംഭവിച്ചെന്താണെന്ന്, അപ്പൻ്റെ കൊട്ടാരത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധകരെ കൊണ്ടാണ് നിറഞ്ഞത്, ജീവനുള്ള ദൈവത്തെ. പക്ഷേ മകൻ അപ്പൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ അപ്പൻ്റെ ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിക്കാനായി, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽപ്പെട്ട കൊട്ടാരം മുഴുവനും അന്യദൈവങ്ങളെ കൊണ്ടുള്ള ആരാധന നിറയപ്പെട്ടു. ഈ ഒരൊറ്റ കാരണമാണ് ശലോമോൻ കൈവിടപ്പെട്ടു പോയത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുന്നിൽ ധാരാളം വഴികളുണ്ട്. ഏത് വഴിയാണ് നാം തിരഞ്ഞെടുക്കുക? കാൽവരിയിൽ നമുക്കായി ഒരു വഴി തുറന്നിട്ടിരിക്കുന്നു. ലോകത്തെയും ലോകമോഹങ്ങളെയും വെടിഞ്ഞ് ക്രൂശിൻ്റെ പാത തിരഞ്ഞെടുക്കാം. യേശു സഞ്ചരിച്ച വഴിയിൽ കൂടി മാത്രം സഞ്ചരിക്കാം. കുരിശിൻ്റെ വഴി മാത്രം നടത്തിയാൽ പോരാ. സ്തോത്രം. കുരിശിൻ്റെ വഴി സഹനത്തിൻ്റെ വഴിയാണ്, അനുസരണയുടെ വഴിയാണ്. ആ ദൈവമായിരുന്നിട്ട് പോലും നമ്മളെപ്പോലെ ഒരുവനായി പാപമൊഴികെ നമുക്ക് മാതൃക കാട്ടിത്തന്ന് ആ കർത്താവിൻ്റെ പേരും പറഞ്ഞ് നിന്റെ തോന്നിവാസം നീ ജീവിച്ചാൽ പിശാച് പോലും നിന്നെ എടുക്കത്തില്ല. അതുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് ദൈവം കാണിച്ചിരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാം. സ്തോത്രം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യനും പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളേക്ക് തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക വഴിയിലൂടെ തന്നെ മക്കൾ സഞ്ചരിക്കുവാൻ, ലോകത്തിൻ്റെ ശബ്ദം കേൾക്കാതെ, കൂട്ടുകാരുടെ ശബ്ദം കേൾക്കാതെ, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവഭയമുള്ള, ദൈവത്തെ അനുസരിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന വിശുദ്ധ തലമുറകളായി ജീവിക്കുവാൻ മക്കളെ ഓരോരുത്തരെയും അവകാശമായി ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഗർഭിണികളായിട്ടിരിക്കുന്ന ഓരോ സഹോദരിമാരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന ഗർഭഫലത്തിനായി സ്തോത്രം, ഉദരഫലത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഹല്ലേലൂയ ആരോഗ്യത്തോടെ ഇരുവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ഈ സമയത്ത് കൂടുതൽ ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന വിശുദ്ധ മക്കളായി തന്നെ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര. തലമുറകളില്ലാതെ കണ്ട് സ്തോത്രം വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ഈ സമയത്ത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തന്നെ ഉദരഫലം തുറക്കപ്പെടട്ടെ. സാധ്യമാക്കുന്ന ദൈവമേ, അവിടുന്ന് അവർക്ക് തലമുറകളെ കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ആ നിന്ന മാറട്ടെ, ആ നാണക്കേട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അത്തരത്തിലുള്ള നിന്നെ ഉയർത്തില്ല, നിനക്ക് തലമുറകൾ ഉണ്ടാകത്തില്ല എന്ന് ഹല്ലേലൂയ ആരെങ്കിലും ദുഷ്ടഹൃദയത്തോടെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ ആ ശാപം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കുമെന്ന് അറിയിച്ചത് കർത്താവേ. തലമുറകളെ ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവ്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിശേഷാൽ കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തിലുള്ള തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവതിയുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പെരുകി വരുന്ന ഈ ദുഷ്ടൻ്റെ പ്രവൃത്തികൾ, മയക്കുമരുന്നിൻ്റെയും വെറിക്കൂത്തിൻ്റെയും അത്തരത്തിലുള്ള പ്രവണതകൾ ഹല്ലേലൂയ കേരളത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറുവാൻ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സകല ദുഷ്ടശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ കേരളത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. സ്തോത്രം കർത്താവേ. സ്തോത്രം സ്തോത്രം. മക്കളെ ക്ലാസ് കൊടുക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ ഇത്തരത്തിൽ ദുഷ്ടശക്തിയെ തടുക്കുവാനായി ഹല്ലേലൂയ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രയേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓസ്ട്രേലിയയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജർമ്മനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ കൺട്രീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. അവരെല്ലാവരും തന്നെ കർത്താവേ നിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ തന്നെ നിൽക്കുവാൻ ഹല്ലേലൂയ ലോകം തരുന്ന സന്തോഷത്തിൻ്റെ പുറകെ പോകാതെ അവിടുന്ന് കൊടുക്കുന്ന ശാശ്വതമായ സമാധാനത്തിൽ നിറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുവുള്ളത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സന്തോഷത്താൽ അവരെ നയിക്കണമേ, നിറക്കണമേ, പൂർണ്ണ ആരോഗ്യത്തോടെ നയിക്കണമേ. ഒരിക്കൽ കൂടി അവിടെ നൽകിയ എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പാപം പെരുകുന്നു, അനർത്ഥങ്ങളേറിടുന്നു, മർത്യപ്രയത്നങ്ങൾ വ്യർത്ഥമായി തീർന്നിടുന്നു. പാപം പെരുകുന്നു, അനർത്ഥങ്ങളേറിടുന്നു, മർത്യപ്രയത്നങ്ങൾ വ്യർത്ഥമായി തീർന്നിടുന്നു. ആദിവ്യാധിയാൽ മനോകൂലം ഉഴറിടുന്നു, ദൈവവചനം നിവർത്തിയായി തീർന്നിടുന്നു. ആത്മാവരങ്ങളെ തിരിച്ചറിവിൻ മൽപ്രിയനേശുവരാറായി, കാഹളം കേൾക്കാറായി, കാലം തികയാറായി. ഉണരുവിൻ സഭയെ വിരവിൽ, മഹത്വത്തിൻ രാജനെ വരവേൽപ്പാൻ. മൽപ്രിയനേശുവരാറായി, കാഹളം കേൾക്കാറായി, കാലം തികയാറായി. ഉണരു
വരുവിൻ സഭയെ വിരവിൽ മഹത്വത്തിൻ രാജനെ വരവേൽപ്പാൻ